ഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ ബ്രഹ്മയുഗത്തിൻ്റെ സൗണ്ട് ട്രാക്ക് പുറത്ത് വന്നിട്ടുണ്ട്. ഓഡിയോ ജോക്ക് ബുക്സിലൂടെ തന്നെയാണ് നമുക്കിപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിൻ്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടുന്നുണ്ട്. ഏകദേശം 18.25 മിനിറ്റാണ് അതിൻ്റെ സൗണ്ട്. അതായത് ഒട്ടുമിക്ക കാര്യങ്ങളും സിനിമയുടെ അങ്ങോട്ട് സൗണ്ട് ട്രാക്കുകളെല്ലാം തന്നെ ഇട്ട് തന്നിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദ ഏജ് ഓഫ് മാഡ്നസ് മൈൻഡിലേക്ക് കയറ്റുന്ന ഒരു സംഭവം തന്നെയാണ് കൊണ്ടുവരുന്നത്. ഈ സിനിമ എന്തായിരിക്കും എന്നുള്ള എക്സാക്റ്റ് പിക്ചറാണ് നമുക്ക് തരുന്നത്. പഴമയുടെ രീതിയിലുള്ള ആ ഒരു സിനിമ, പഴമയുടെ ഇരുളടഞ്ഞ ഭ്രമയുഗത്തിലേക്ക് നമ്മളെ സഞ്ചരിപ്പിക്കാൻ പാകത്തിനൊരുക്കിയിരിക്കുന്ന വരികളും ഈണങ്ങളും തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തിൽ പറയാനുള്ളത്. എന്താണ് നമ്മൾ ഈ ഒരു സിനിമയിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് അത് അതിനകത്തിൽ പറയുന്നുണ്ട്. അപ്പം ഇതുവരെ കണ്ട പോലെ തള്ളിമറിച്ചിട്ടുള്ള പല സിനിമകളെയും പോലെ ആയിരിക്കില്ല ഈ ഒരു സിനിമ എന്നുള്ളത്. എന്താണ് ലിമിറ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കേണ്ട അത് ഇതിനകത്തിൽ തരുന്നുണ്ട്. ഇതിൽ കൊടൂരമായോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ അവർ നൽകുന്നില്ല. ഒരു പഴയ സിനിമ, അതും ഗംഭീര പ്രകടനമുണ്ടാകുന്ന സിനിമ എന്ന് പറയാം. അതിന് ഒറ്റ ഒരു വ്യക്തി മമ്മൂട്ടി എന്ന നടൻ തന്നെയാണ്. ഒപ്പം അർജുൻ അശോകനും അതേപോലെ തന്നെ നമുക്ക് സിദ്ധാർത്ഥ് ഭരതനെയും കാണുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. മത്സരിച്ചുള്ള അഭിനയ മുഹൂർത്തം തന്നെയായിരിക്കും ഈ സിനിമയിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്നാലും ഇതിലെ ആ ഓരോ വരികളും അല്ലെങ്കിൽ BGM ഒക്കെ നമ്മളെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുത്തുന്നു. അതായത് നമ്മൾ പഴയ കാലത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ്. എന്തായാലും നമുക്ക് ഒന്ന് പറയാം, ഈ ഒരു സിനിമയുടെ ഈ ഒരു കാര്യം മുഴുവനായിട്ട് ഇറക്കുമ്പോൾ എന്താണ് ഈ സിനിമയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള അവർ പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇത് കൊടൂരമായിട്ട് തിയേറ്ററുകളിൽ പോയി ബ്രഹ്മാണ്ഡ ഹിറ്റുണ്ടാക്കുന്ന സിനിമയാണെന്നൊന്നും അവർ ഇതിനകത്തിൽ വരച്ച് തന്നിട്ടില്ല. 100 കോടിയും 200 കോടിയും 50 കോടി പോലും ഇതിനകത്തിൽ അവരത് പറയാതെ പറയുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. ജനങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കത്തും. പക്ഷെ ഒരു കാര്യം അവർ തരുന്നു, ഇത് പെർഫോമൻസ് വഴി അന്യായ സംഭവമായിരിക്കും. ഏതവൻ വന്നാലും അവനെ കൊണ്ട് കൈയടിപ്പിച്ചിട്ട് വിടുന്ന ലെവലിലുള്ള അഭിനയം ഇതിനകത്തിലുള്ള എല്ലാ നടന്മാരും കാഴ്ചവെക്കും എന്നുള്ളത് തന്നെ ആ രീതിയിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ മുന്നോട്ട് നൽകുന്ന ഒരു സന്ദേശം എന്ന് തന്നെ പറയാം. ഇനിയും സിനിമയുടെ അപ്ഡേറ്റും കാര്യങ്ങളുമൊക്കെ വരാനുണ്ട്. അറിയുന്ന കാര്യങ്ങൾ വെച്ച് ഫെബ്രുവരി 15 സിനിമയുടെ റിലീസ് എന്നുള്ളതാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണവും കാര്യങ്ങളും ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ഏറെക്കുറെ ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. തുടർച്ചയായിട്ടുള്ള വിജയങ്ങൾ തന്നെ മമ്മൂട്ടിക്ക് കാണാൻ കഴിയുന്നു. ഈ ഒരു സിനിമ വരുമ്പോൾ പുതിയ പരീക്ഷണമാണ് ഇവിടെ വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് സിനിമയുടെ കൂടുതൽ ഭാഗങ്ങളും നമ്മളിപ്പോൾ പുറത്ത് കാണുന്നത്. അതിൻ്റെ അർത്ഥവും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ള മറ്റൊരു കാര്യമാണ്. എന്താണെങ്കിലും ദ ഏജ് ഓഫ് മാഡ്നസ്, ഭ്രമയുഗം, ആ റേഞ്ചിലേക്ക് തന്നെയാണ് ആളുകളെ കൊണ്ടുപോകാൻ പോകുന്നത്. പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു നടൻ എങ്ങനെ ആവണം എന്ന് മമ്മൂട്ടി കാണിച്ചു തരുന്നു. ഇത് കാശിന് വേണ്ടിയിട്ടല്ല, അഭിനയിക്കാനുള്ള മോഹത്തിന് വേണ്ടി അഭിനയിക്കുന്ന പടങ്ങൾ വരുമ്പോൾ ഒരു കാര്യം പറയാം, ഞെട്ടിക്കും. ഇതിനു മുമ്പുള്ള കാതൽ എങ്ങനെയായിരുന്നു ജനങ്ങളെ ഞെട്ടിച്ചത്? 50 കോടി ക്ലബിലൊന്നും ആ സിനിമ കയറിയിട്ടൊന്നുമില്ല. പക്ഷേ ജനങ്ങൾ കണ്ടവരുടെ മനസ്സിൽ ആ സിനിമ നിൽക്കുന്നുണ്ട്. ആരും പറഞ്ഞിട്ടില്ല അത് ഈ പറഞ്ഞ പോലെ ഇത്രയുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ആ റേഞ്ചിൽ തന്നെ നിൽക്കുന്ന ആ മറ്റൊരു സിനിമ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഓരോ സിനിമയിലും തൻ്റെ കരിയർ ബെസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടി. കാതലായിരുന്നു മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് കഴിഞ്ഞ ആഴ്ച വരെയെങ്കിൽ ഇനിയും വരുന്ന ആഴ്ചകളിൽ നമുക്ക് കാണാൻ കഴിയാൻ പോകുന്ന യാത്ര 2 എന്ന സിനിമയായിരിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും 10 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഭ്രമയുഗം അദ്ദേഹത്തിൻ്റെ പുതിയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗംഭീര സിനിമയായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഏറ്റവും മികച്ച സിനിമയായി മാറുന്നത് എന്നുള്ളതാണ്. അതാണ് മാറ്റങ്ങളുടെ തമ്പുരാൻ, അതായത് കൂടുവിട്ട് കൂടുമാറുന്ന ആ ഒരു വേല കാണിക്കുന്ന ഏക നടൻ മമ്മൂട്ടി. അപ്പോൾ ബ്രഹ്മയുഗത്തിൻ്റെ ഈ ഒരു സൗണ്ട് ട്രാക്ക് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിൻ്റെ ചാനലിലുണ്ട്. കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എന്താണേലും ഗംഭീരമായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഭാഷ്യം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.